ഇപ്പോൾ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ചേരുകയാണ്. അഡ്വക്കേറ്റ് അനിൽകുമാർ, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ അത് ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റാൻ തീരുമാനിക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരുകൾക്ക് 40% ബാധ്യത അടിച്ചേൽപ്പിക്കുന്നു. ശ്രീ അനിൽകുമാർ. ഇന്ത്യ രാജ്യത്ത് അസമത്വം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ലോകാടിസ്ഥാനത്തിലുള്ള എല്ലാ പഠനങ്ങളും തെളിയിക്കുന്നത്. അങ്ങനെ ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സമൂഹത്തിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും അടിത്തട്ടിലുള്ള ജനങ്ങളുടെ കയ്യിൽ പണം എത്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. ഇത് 2004 ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് ഇടതുപക്ഷം പൊതു മിനിമം പരിപാടി അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുവന്നതും സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കന്മാരുടെ ഇടപെടലിലൂടെ രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ളതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. രണ്ടാം UPA സർക്കാർ ഈ പദ്ധതിയോട് വേണ്ടത്ര പ്രതിപത്തി പുലർത്തിയില്ല. ഫണ്ട് കുറയ്ക്കുകയാണ് ചെയ്തത്. ഇടതുപക്ഷം പിൻവലിച്ചതിനെ തുടർന്ന് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത്. പിന്നീട് മോദി സർക്കാർ അധികാരത്തിൽ വന്നു ഒരു തവണ കോവിഡ് കാലത്ത് അതിന്റെ ഒരു വർഷത്തെ അലോട്ട്മെന്റ് കോവിഡ് പ്രമാണിച്ച് വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ അതിനുശേഷമുള്ള ഓരോ വർഷവും ബഡ്ജറ്റിന്റെ ശതമാനം നോക്കിയാൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ അലോക്കേഷൻ കുറഞ്ഞു വരുന്നതായിട്ടാണ് കണ്ടത്. കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, ഇതിന്റെ ഭാഗമായിട്ട് അറ്റൻഡൻസ് ഡിജിറ്റൽ സംവിധാനമാക്കി നമ്മുടെ രാജ്യത്തിന്റെ നാനാഭാഗത്ത് ഡിജിറ്റലൈസേഷനിലൂടെ ഹാജർ രേഖപ്പെടുത്താൻ കഴിയില്ല എന്നെല്ലാവർക്കും അറിയാം. അപ്പോ ഈ പറയുന്ന വർഷങ്ങളിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പുറത്തുപോയവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. അതിനർത്ഥം തൊഴിൽ കൊടുക്കലല്ല, തൊഴിൽ നിഷേധിക്കലാണ് ഗവൺമെന്റ് നയം. അങ്ങനെ തൊഴിൽ നിഷേധിക്കൽ അടിസ്ഥാനമാക്കിയ ഒരു ഗവൺമെന്റാണ് ആ നിഷേധിക്കലിന് ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി, ആക്കം വർദ്ധിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ തലയിലേക്ക് കൂടുതൽ ചുമതല വെക്കുന്നത്. ഇവിടെ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും അതിന്റെ മാനദണ്ഡങ്ങൾ സംസ്ഥാനങ്ങളുമായി ചേർന്ന് തീരുമാനിക്കുന്നതല്ല. അപ്പൊ മാനദണ്ഡങ്ങൾ അതായത് സംസ്ഥാനങ്ങൾക്ക് സ്വീകാര്യമല്ല. പക്ഷെ കേന്ദ്രത്തിന്റെ പണം 60%, 40% ഇക്വേഷൻ. മറ്റു പല പദ്ധതികളും 75-25 ആയിരുന്നു. 75 കേന്ദ്രം, 25 സംസ്ഥാനം. അത് 60-40 ആക്കി. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി മാത്രമാണ് അങ്ങനെ ആക്കാതിരുന്നത്. അത് ആ ബാധ്യതയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിൻവാങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കുന്ന കാര്യം. മാത്രമല്ല, ബാപ്പുജിയുടെ പേരിലാകുന്ന പുതിയ നിയമ ഭേദഗതി വരാൻ പോകുന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. ബാപ്പുജി ആരാണ്? മഹാത്മാഗാന്ധി തന്നെയാണോ? അപ്പോൾ മഹാത്മാഗാന്ധിയുടെ അറിയപ്പെടുന്ന പേരും ആദരിക്കപ്പെടുന്ന പേരും രാഷ്ട്രപിതാവ് എന്ന നിലയ്ക്ക് നാം കൊണ്ടാടപ്പെടുന്ന പേരും മഹാത്മാഗാന്ധി തന്നെയാണ്. ആ പദ്ധതിയെ അത് നിയമം കൊണ്ടുവന്ന കാലത്ത് മഹാത്മാഗാന്ധിയുടെ പേര് അതിലില്ല എന്നാണ് ഇപ്പോൾ ഒരു ന്യായം പറയുന്നത്. പക്ഷെ എല്ലാവർക്കും സ്വീകാര്യമായൊരു പേരിൽ നിന്ന് ബാപ്പുജി എന്ന പേരിലേക്ക് മാറ്റം വരുത്തുമ്പോൾ അതിന്റെ ലക്ഷ്യം വേറൊന്നാണ്. രാഷ്ട്രപിതാവിനെ, ആ രാഷ്ട്രപിതാവ് സ്ഥാനത്ത് നമ്മൾ ആദരിക്കുന്ന ഒരു വ്യക്തിയെ ആ പേരിൽ നിന്നും ബാപ്പുജി എന്നൊരു പേരിലേക്ക് ചുരുക്കപ്പെടുത്തി വ്യക്തിപരമാക്കി ഒരു രാഷ്ട്രീയത്തിന്റെ ശൂന്യത ഉണ്ടാക്കുന്നു. ഇതാണ് BJP ചെയ്യുന്നത്. അത് വളരെ ബോധപൂർവമാണ്. അത് തിരുത്തപ്പെടേണ്ടതുണ്ട്. ഒരു കാരണവശാൽ അംഗീകരിക്കാൻ കഴിയില്ല. അതിൽ ജോൺ ബ്രിട്ടാസും B. ശിവദാസനോടൊപ്പമുള്ള MP-മാരെടുത്ത മുൻകൈ അഭിനന്ദനീയമാണ്. നന്ദി അഡ്വക്കേറ്റ് അനിൽകുമാർ പ്രതികരിച്ചത്.